ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ എന്ത് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഹെയർ കളർ ചെയ്യുന്നതിൻ്റെയാണ്. അപ്പം ഞാൻ അതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ കേൾക്കണം. കേൾക്കാതെ നിങ്ങൾ എന്നതേലുമൊക്കെ ചെയ്ത് വെച്ചേച്ച് അതിൽ വന്ന് കമൻറ്റ് ഇടാൻ നിൽക്കരുത്. ദൈവത്തെ ഓർത്ത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം കടുകിൻ്റെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ശകലം ഷാമ്പു ഉപയോഗിച്ച് എൻ്റെ മുടി കഴുകിയിട്ടുണ്ടെന്ന്. കാര്യം എണ്ണയാണ് നമ്മളത് ചേർത്തേക്കുന്നത്. എണ്ണയാണ് നമ്മളത് ചേർത്തേക്കുന്നത്. അപ്പോൾ അത് എത്രയായാലും കുഴഞ്ഞ് നമ്മുടെ തലയിലിരിക്കും. അപ്പോൾ അതിനാണ് ഇച്ചിരി ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ എണ്ണയിലും ഇട്ടൊന്ന് കഴുകാൻ പറയുന്നത്. അപ്പം ഇന്നിപ്പം ഞാൻ ചെയ്യുന്നത് ഹെന്ന ചേർക്കുന്നില്ല. അല്ലാതെ ഉള്ളതാണ്. ഹെന്ന അലർജി ഉള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ ഇത് ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ച് എൻ്റെ തലയിലായിരുന്നു. എൻ്റെ തലയിൽ ഞാൻ ചെയ്തു കേട്ടോ, ഇല്ലെന്നല്ല ചെയ്തു. പക്ഷേങ്കിൽ സാധാരണ ഇപ്പോൾ ഈ ഡൈ ചെയ്തവർക്ക് കൂടുതലും നമ്മൾ എന്നാ ചെയ്താലും തലയിൽ പിടിക്കാൻ ഒരുപാട് താമസമാണ്. അങ്ങനെയുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുന്നൊരു ടിപ്സാണ് ഞാൻ ഇന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അത് ഉപയോഗിച്ച് നോക്കുക. അല്ലാതെ അതിൻ്റെ അറ്റവും മൂലം മാത്രം കേട്ടിച്ച് നിങ്ങൾ എന്നതിലൊക്കെ ചെയ്ത് വെച്ചേച്ച് ഇത് ശരിയാകുന്നില്ല എന്ന് ഒരിക്കലും പറയരുത്. കടുകിൻ്റെ ചെയ്ത് മുടി കറക്കുന്നുണ്ട്, കറക്കുന്നില്ല എന്ന് ആരും പറയേണ്ട. കാര്യം എൻ്റെ തല ഞാൻ ചെയ്തില്ലായുമായിട്ട് നിങ്ങളെ കാണിച്ചാണ്. പിന്നെ ഷാമ്പൂ ഇട്ട്, പിന്നെ എനിക്കിന്ന് ഡൈ ഒക്കെ ഒരുപാട് ഉപയോഗിച്ച് മുടിയൊക്കെ ഒരു ചകിരി പോലെ ആയവർക്കൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അത് പിടിക്കാത്തത്. എനിക്ക് അങ്ങനെയുള്ളവർക്കാണ് കൂടുതലും പിടിക്കാത്തത്. അല്ലാതെ ഈ തുടക്കക്കാർക്കൊക്കെ അത് പ്രയോജനപ്പെടുന്നുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ തല തോർത്തുമ്പോൾ തുണിയിലൊരിച്ചിട്ട് വരും. അത് ചിന്തിക്കാനുള്ളതല്ലേ ഉള്ളൂ. എണ്ണ ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എണ്ണയും കൂടി ഇതുങ്ങൾ പറ്റുമ്പോഴത്തേക്ക് തോർത്തൽ ഇച്ചിരി പറ്റും. പക്ഷേ 2 ദിവസം ആകുമ്പോഴത്തേക്ക് അത് നോർമലാകുന്നുണ്ട്. പിന്നെ ഇനി എണ്ണ ചേർത്ത് അങ്ങനെ കുഴഞ്ഞിരിക്കുന്നൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ കറ്റാർവാഴ ജെല്ലിനകത്തും അത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ അത് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ നമുക്ക് പൈസ മുടക്ക് ഇല്ലയെന്ന് പറയുന്നില്ല. ഒരു ഇച്ചിരി ഒന്നിച്ച് ഭയങ്കര പൈസ മുടക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അതിൽ നിന്നൊക്കെ എടുത്ത് എല്ലാം കൂടെ ചെയ്ത് ഒരു 4 സംഭവങ്ങളുണ്ട് കേട്ടോ. ആ 4 ഇതും കൂടെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്നാക്കിയാന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ആരുടെ തലയിലുള്ളതെന്നും നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പം ഡൈ ചെയ്തവരുടെ തലയിൽ ഇത് ചെയ്താൽ പ്രയോജനപ്പെടും എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഞാൻ പറഞ്ഞേക്കുന്നത് മൊത്തം എൻ്റെ തല ചെയ്തെന്നാണ് ആദ്യമൊക്കെ പറഞ്ഞേക്കുന്നത്. ലാസ്റ്റാണ് എനിക്ക് ഇങ്ങനെ എൻ്റെ തലയിലല്ലാതെ അത് മറ്റൊരാളുടെ തലയിൽ ഉപയോഗിച്ച് നിങ്ങളെ അത് കാണിക്കാൻ പറ്റിയത് അവസാന സമയത്താണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ച് സമ്മതിച്ചത്. എൻ്റെ ഇതിന് ഇത്രയും ചോദിച്ചെന്നൊക്കെ പറഞ്ഞത് വീഡിയോ വരാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളായതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തല ചെയ്തേക്കുന്നത് എൻ്റെ തല ചെയ്തേക്കുന്നത് നല്ല കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. എൻ്റെ തല ചെയ്ത് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇനി പറഞ്ഞേക്കല്ലേ അവരുടെ തല ചെയ്തിട്ടില്ല അത് മറ്റുള്ളവരുടെ തലയിൽ നിന്നൊക്കെ എന്നതാണെന്ന് ഏറ്റവും മൂലമൊക്കെ കേട്ടേച്ചൊക്കെ പറയാൻ നിന്നേക്കല്ലേ. ആദ്യമേ എന്നെ പറയും ഒത്തിരി പറയണ്ട എന്ന് പറയും. പക്ഷെ ഒത്തിരി പറയണ്ട എന്ന് പറഞ്ഞേച്ചുണ്ടല്ലോ ഇതിനകത്ത് ഒരു കാര്യങ്ങൾ അത്രയും പറഞ്ഞിട്ട് പോലും ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പം നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുക, റിസൾട്ട് കിട്ടും. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ കാര്യമായിട്ട് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ അച്ചുവിൻ്റെ മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടി ഹെന്ന ചെയ്യുന്നതിന് ഇത് കാണിച്ചായിരുന്നു കേട്ടോ. അത് മുടി കറക്കാനുള്ളതല്ലാന്ന് ഞാൻ ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ കറുത്ത മുടിയിൽ ചെയ്താൽ മുടിയിലിട്ട് ചുവപ്പ് വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം വെച്ചാൽ വെളുത്ത മുടി നമ്മൾ ചെയ്താലേ ചുവപ്പ് കളർ വരത്തുള്ളൂ എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് പോലും എന്നോട് അതിനകത്ത് ഒന്നിച്ച് കമൻറ്റ് ഇട്ടേക്കുന്നു മുടി നരച്ച മുടിയെ ചെയ്ത് കാണിക്കാമെന്ന്. അത് നല്ല മാറാനായിട്ടുള്ള ടിപ്സ് അല്ല. മുടിക്ക് നല്ല തിളക്കവും നല്ല ഉള്ളും ഒക്കെ തോന്നാൻ വേണ്ടിയുള്ള ഒരു ടിപ്സാണ് ചെയ്തത്. അത് നിങ്ങൾ വീഡിയോ ശരിക്കും ശ്രദ്ധയോടുകൂടി നോക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കാണുന്നവർ അതിനകത്ത് ചേർത്തേക്കുന്ന എന്നാന്ന് പോലും അറിയാതായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ബഹളം വെക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒത്തിരി പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്നതൊക്കെയാണ് ഇതിനകത്ത് ചേർക്കേണ്ടതും എടുക്കേണ്ടതും ഒക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് പനിക്കൂർക്ക ഇലയും പിന്നെ കിഴാനെല്ലിയാണ്. കിഴാനെല്ലി എന്ന് പറയുമ്പോൾ മഞ്ഞപ്പിത്തത്തിനൊക്കെ എടുക്കുന്ന ഇതില്ലേ, ഇതുണ്ട്. ഇതിപ്പോൾ ഇല ഇങ്ങനെ വാടി നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറിയ കാ പോലെ ഉണ്ട് കേട്ടോ. അതാണ് കിഴാനെല്ലി എന്നത്. മഞ്ഞപ്പിത്തത്തിനൊക്കെ കഴിക്കുന്ന ഒരു മരുന്നുണ്ടല്ലോ, അതാണ്. ആ കിഴാനെല്ലിയാണ് നമ്മൾ എടുക്കുന്നത്. ആ കിഴാനെല്ലി പിന്നെ പനിക്കൂർക്ക ഇലയും കൂടെയാണ്. ഇനി ഇതിൻ്റെ കൂടെ ബാക്കി എന്നാ ചേർക്കേണ്ടതെന്നും കൂടെ പറയാവേ. പനിക്കൂർക്ക ഇലയും പിന്നെ ഈ കിഴാനെല്ലിയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് മിക്സിയിലിട്ടിട്ട് ഒരു ശകലം വെള്ളവും കൂടെ ചേർത്ത്, ഒത്തിരി വെള്ളം വേണ്ട, ഒരു കുറച്ച് വെള്ളം മതി. ആ വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ. അത് അരച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് ഇത്. ഇതിനകത്തൊരു പച്ച കളറായിട്ടാണ് കാണുന്നത്. പക്ഷേങ്കിൽ അത്രയും പച്ചയല്ല കേട്ടോ, ഒരു ഇച്ചിരി ഡാർക്ക് കളറായിട്ടാണ് കാണുന്നത്.
ഇനി ഇതിനകത്ത് എന്നതൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് പറയാം. പനിക്കൂർക്കയും പിന്നെ കിഴാനെല്ലിയൊക്കെ അരച്ചെടുത്തതിൻ്റെ ജ്യൂസ് അതിനകത്തോട്ട് ഇതുപോലെ 1 സ്പൂൺ നെല്ലിയാമ്പരിയുടെ പൊടിയാണ്. അത് ഇലയുള്ളവർക്ക് അരച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ ഇലയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൊടിയായിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മളെടുക്കുന്ന നെല്ലിക്കാപ്പൊടിയാണ്. അത്രയും തന്നെ നെല്ലിക്കാപ്പൊടി എടുക്കുന്നുണ്ട്. നമ്മുടെ മുടിയുടെ ആവശ്യം അനുസരിച്ച് എടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതിനകത്ത് ഇപ്പം ഞാൻ കിഴാനെല്ലി പിന്നെ മറ്റേ പനിക്കൂർക്കയുടെ ഇലയും കൂടെ ജ്യൂസ് അടിച്ച് എടുത്തതിനകത്തോട്ട് നമ്മുടെ ഇൻഡിഗോ പൗഡറും പിന്നെ നെല്ലിക്കപ്പൊടിയും കൂടാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഈ നീലാമ്പരിയുടെ പൊടി നമ്മൾ ഏതിന് ചേർത്താലും നല്ലതാണ്. ഇപ്പോൾ ഇതിന് ഇരുമ്പ് പാത്രത്തിനാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഹെന്ന ചെയ്യുമ്പോഴെല്ലാം നീലാമ്പരിയുടെ പൊടിയാണ് കൂടുതലും ചേർക്കുന്നത്. ഇതിനകത്തിപ്പോൾ നമ്മൾ ഇരുമ്പ് പാത്രത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇരുമ്പ് പാത്രത്തിലാണ് ഞാനിത് വെച്ചേക്കുന്നത്. ഇത് എനിക്കിപ്പോൾ എൻ്റെ മുടിക്ക് ആവശ്യമുള്ളതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഞാനിട്ട് അത് അരിച്ചാണ് എടുത്തത്. അത് ഞാൻ വീഡിയോ കാണിച്ചായിരുന്നു. അപ്പം അരിച്ചെടുത്തതിനകത്തോട്ട് ഇതിനി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ ഇതുണ്ട്, ഇതിപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് വെള്ളം പോലല്ലേ ഇരിക്കുന്നത്. അത് ഇച്ചിരി കുറുക്കിയെടുക്കണം. ഒത്തിരി തീ കൂട്ടിയിടണ്ട കേട്ടോ, ചെറിയ തീയിൽ എടുത്താൽ മതി. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിനി വീഡിയോയിലൂടെ കാണാമേ. ഇതുണ്ട്, ഇത് ചൂടായി വരുന്ന അനുസരിച്ച് അതിൻ്റെ കളർ മാറുന്നുണ്ട്. നല്ല കറുപ്പായിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയാണെങ്കിലും പനിക്കൂർക്കയുടെ ഇല തന്നെയാണെങ്കിലും നമുക്ക് തലയിൽ തേക്കാൻ നല്ലതാണ്. മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. പിന്നെ നമ്മളിത് ഇരുമ്പ് പാത്രത്തിൽ കഴിവതും ഇങ്ങനെ കുറുക്കിയെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. നമുക്കൊരു നല്ല തലയിൽ പറ്റാവുന്നൊരു കുറുക്കാണ്. ആ ഒരു പരുവത്തിൽ വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കടുകിൻ്റെ ഇതിട്ടതിനകത്ത് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു അത് ചിലർ പറഞ്ഞു തലയിൽ തേച്ചിട്ട് പോകുന്നില്ല, ചിലർ പറഞ്ഞു തലയിൽ തേച്ചിട്ട് പിടിക്കുന്നില്ല, ചിലർ പറഞ്ഞു തല തോർത്തിയപ്പോൾ അതേപ്പറ്റി ഞാൻ ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. താളിയോ അല്ലെങ്കിൽ ഞാൻ ശകലം ഷാമ്പൂ ഇട്ട് കഴിയായിരുന്നു കേട്ടോ. അങ്ങനെ എണ്ണയിൽ ഇട്ടൊന്ന് കഴുകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എണ്ണമയം ഒരു ഇച്ചിരി ഒന്ന് മാറിക്കിട്ടാനായിട്ട്. പക്ഷേ എനിക്കത് മുടിയിൽ നല്ല ഇതായിട്ട് കിട്ടി കേട്ടോ, എൻ്റെ നരച്ച മുടിയിൽ ഇതായിട്ട്. പക്ഷെ നമ്മൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് നിൽക്കുകയില്ല. മുടി വളരുന്ന അനുസരിച്ച് അതൊക്കെ പോകും. പിന്നെ എന്നു വെച്ചാൽ ഇതൊക്കെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ തേച്ചാൽ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ആ നര മാറിക്കിട്ടും എന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് നര പൂർണ്ണമായിട്ട് പോകത്തില്ല. ഇപ്പം ഇതാണെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പം നര മുടി വളരുന്ന അനുസരിച്ച് നരയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഈ അലർജി ഉള്ളവർക്ക് നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെയൊക്കെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഡൈ അലർജിയാണ്. ഞാൻ നേരത്തെ എൻ്റെ മുടിയുടെ ഫ്രണ്ടിൽ മാത്രം ഞാൻ തേക്കത്തുള്ളായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ കണ്ണിന് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് നിർത്തിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത് പക്ഷേ അത് എനിക്ക് എൻ്റെ മുടി പക്ഷെ നല്ലപോലെ കറുത്ത് കേട്ടോ. ഞാൻ നല്ലപോലെ കറുത്ത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എണ്ണ ചേർത്താണ് നമ്മളത് ചെയ്യുന്നത്. അതിപ്പം എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എണ്ണമയം നമ്മുടെ തലയിൽ പറ്റിയാൽ നമ്മൾ കൈകൊണ്ട് തൂക്കുമ്പം അത് നമ്മുടെ കയ്യിൽ പറ്റും. അത് ഉറപ്പാണ്. പിന്നെ വെച്ചാൽ ഒരു ഇച്ചിരി ഷാമ്പൂ ഇട്ടും അങ്ങനെ ഇതിലിട്ടൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ അതൊക്കെ പോയി കിട്ടും. പക്ഷെ മുടിക്ക് നല്ല കറുപ്പായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പം ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ചിലർ ഞാൻ നേരത്തെ നീലയാമ്പരിയുടെ ഹെന്നയുടെയും കൂടി ഇട്ടായിരുന്നു കേട്ടോ. അതിന് വന്ന് ചെയ്ത് റിസൾട്ട് കിട്ടിയവരും വന്ന് നല്ല കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ചെയ്തു, നേരത്തെ ചുമന്നിരുന്ന മുടിയാണ്, ഇങ്ങനെ ചെയ്തപ്പം മുടി കറുത്തു എന്നും പറഞ്ഞിട്ട്. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചിലർക്ക് ഈ മൈലാഞ്ചി പൊടി അലർജിയുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അങ്ങനെ അലർജി ഉള്ളവർക്കൊക്കെ മുടി നരച്ച മുടി പറ്റും. ഇപ്പോൾ എല്ലാവരും ചോദിക്കും മുടി നരച്ചാൽ എന്നാ കുഴപ്പമെന്ന് ചോദിക്കും. അങ്ങനെയല്ല, എല്ലാ മനുഷ്യർക്കും നമ്മുടെ മുടി നരച്ച് കഴിയുമ്പോഴത്തേക്കാണ് സ്വയമേ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും, ഞാനങ്ങ് വയസ്സായി, ഇനിയിപ്പം എനിക്ക് പഴയ പോലെ ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല, അല്ലെങ്കിൽ എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ചിന്ത മനുഷ്യരിൽ വരും. അതേസമയം മുടി നരയില്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ നമുക്ക് ആ പ്രായം നമുക്ക് എപ്പോഴും നമ്മളുടെ ഏത് പ്രായത്തിലാണോ നമ്മൾ ചുരുക്കായിട്ട് ഇറക്കുന്ന ആ ഒരു തന്നെയായിരിക്കും നമ്മുടെ മനസ്സിൽ അന്നേരം വരുന്നത്. എൻ്റെ മുടി എനിക്ക് പ്രായമായ മനസ്സുകൊണ്ട് നമ്മൾ പ്രായമാകത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പ്രായമാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുന്നത്.
പിന്നെ ചിലർക്ക് പിടിക്കും, ചിലർക്ക് പിടിക്കുകയില്ല. അങ്ങനെയൊക്കെയുണ്ട്. ഡൈ ഒക്കെ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിച്ച് മുടി ഭയങ്കര ഇതായിട്ടുള്ളവർക്കൊക്കെ ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുന്നത് കേട്ടോ. പക്ഷേ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടോ നല്ല കറുപ്പായി കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ നല്ല കറുപ്പായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല മാറ്റം വരും. കാര്യം കെമിക്കലൊന്നും ഇല്ലാത്തതാണ്. പിന്നെ കടുക് എല്ലാവരും ഒന്ന് പറഞ്ഞാൽ കടുക് ചൂടാണ്. കടുക് ചൂടെന്ന് പറഞ്ഞാൽ കടുക് മാത്രമല്ലല്ലോ നമ്മൾ തലയിൽ തേക്കുന്നത്. പിന്നെ കടുക് പച്ചയ്ക്ക് അരച്ചുമല്ല നമ്മൾ തലയിൽ തേക്കുന്നത്. അത് വറുത്ത് പൊടിച്ച് അതിനകത്ത് എണ്ണയും ചേർക്കുന്നുണ്ട് നമ്മൾ. പക്ഷെ അങ്ങനെയൊന്നും മുടിയൊന്നും പൊഴിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. അങ്ങനെ പോകാനാണെങ്കിൽ എൻ്റെ തലയിൽ മുടിയേ കാണുകയല്ലോ. അപ്പം അങ്ങനെയൊന്നും മുടിയൊന്നും പൊഴിഞ്ഞു പോകത്തില്ല. പിന്നെ മുടി വളരാനും മുടി പൊഴിച്ചിൽ പോകാനും ഒക്കെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. അതല്ല നിങ്ങൾക്കത് വീണ്ടും ഞാൻ വീഡിയോയിലൂടെ ചെയ്ത് കാണിക്കണമെന്നാണെങ്കിൽ അത് വീഡിയോയിലൂടെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുണ്ട് നമ്മുടെ ആ വെള്ളമൊക്കെ പറ്റി ഇതുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കുറുക്കം മതി കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ ഒത്തിരി കുറുകി പോയാൽ തല തേക്കാൻ പറ്റത്തില്ല നമുക്ക്. ഇതുണ്ട് ഈ ഒരിത് മതി. ഒത്തിരി കുറുകി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇരുമ്പ് പാത്രമായതുകൊണ്ട് ഇതിനകത്ത് ഇരുന്ന് ഒന്നും കൂടെ ഇച്ചിരിയും കൂടെ ഇത് പറ്റും. അപ്പോൾ അത് ഒത്തിരി പറ്റുന്നതിന് മുന്നേ നമ്മൾ ഓഫ് ചെയ്യണേ, ഇല്ലെങ്കിൽ അത് ശരിക്കും അങ്ങ് പറ്റിപ്പോകും. ഇനിയിപ്പോൾ ഈ ഇരുമ്പ് പാത്രം ഇല്ലാത്തവരാണെങ്കിലും വിഷമിക്കേണ്ട കേട്ടോ. മറ്റേ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ കുറുക്കി എടുത്തേച്ച് ഒരു ആണി, ഇരുമ്പിൻ്റെ ആണി അതിനകത്തേക്ക് ഇട്ട് വെച്ചാൽ മതി. നമ്മൾ ഇരുമ്പ് പാത്രത്തിൽ ഇട്ട് വെക്കാമെന്ന് വെച്ചാൽ ഇച്ചിരിയുടെ മുടിക്ക് നല്ല കറുപ്പും ഒക്കെ കിട്ടാനായിട്ട് ഇതായിട്ടാണ്. അപ്പോൾ ഒരാണി, തുരുമ്പുള്ള ഒരാണി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിന്നിപ്പോൾ നമ്മൾ എടുക്കുകയില്ല. ഇന്നൊരു നൈറ്റ് ഫുള്ള് നമ്മളിത് വെച്ച് നാളെ രാവിലെയാണ് തലയിൽ തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ അടച്ചങ്ങ് വെക്കാം. അപ്പം ഞാൻ ഇത്രയും ഇതുണ്ട് തിക്കായി തുടങ്ങി കണ്ടോ. അതിനകത്തിരുന്നത് കുറച്ചും കൂടി ഇതായി. നമ്മൾ ആ ഓഫ് ചെയ്തപ്പോൾ ഉള്ള ഇതിനേക്കാൾ ഇച്ചിരി കൂടെ തിക്കായത് കണ്ടോ. ഇച്ചിരി കൂടി ഈ ചൂട് പാത്രം, ഇരുമ്പ് പാത്രത്തിന് ചൂട് കൂടുതലാണ്. അപ്പോൾ ഒത്തിരി തിക്കാകുന്നതിന് മുമ്പേ നമ്മൾ ഇത് ഓഫ് ചെയ്തേക്കണം. അതിനകത്തിരുന്നത് ഒന്നും കൂടെ ആ വെള്ളമൊക്കെ ഇച്ചിരിയും കൂടെ ഒന്ന് പറ്റും. അതിനാണ് അത് ഒത്തിരി കുറുകുന്നതിന് മുന്നേ ഓഫ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി ഇന്ന്. ഇനി നാളെ നമുക്കിതിനകത്ത് ഒന്നും ചേർക്കാനൊന്നുമില്ല. നാളെ ഇനി തലേ പെരട്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നാളെ തലേ പെരട്ടുന്നത് നാളെ ഞാൻ കാണിച്ചു തരാവേ. ഇതിപ്പോൾ തലേദിവസമാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വൈകുന്നേരം ഉണ്ടാക്കി വെച്ച് ഒരു രാത്രി ഫുള്ള് ഇതിങ്ങനെ ഇരിക്കണം. ഇത് അടച്ച് വെക്കണം കേട്ടോ. പിന്നെ ഈ ഇലയൊക്കെ എടുക്കുമ്പം അതിനകത്ത് എട്ടുകാലിയോ വല്ലതൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലാതെ ചുമ്മാ എല്ലാം കൂടെ അരച്ച് തല തേക്കരുത്. നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷമേ എടുക്കുള്ളൂ. ഇതുണ്ട് നമ്മുടെ ഈ സ്പൂണിൽ തന്നെ കാണാൻ പറ്റും. ഇതുണ്ട് നമ്മൾ തുടങ്ങിയപ്പോൾ ഉള്ള പച്ച കളറാണിതേ. അത് കഴിഞ്ഞത് കുറി കഴിഞ്ഞപ്പോൾ ഉള്ള കറുപ്പ് കളർ വേണ്ടോ. ഞാനത് വിരലുകൊണ്ട് തോണ്ടി കാണിക്കായിരുന്നു. പക്ഷെ നല്ല ചൂടാണ്, കൈ പൊള്ളും, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പം ഞാനിത് ഇവിടുന്ന് മാറ്റി വെക്കട്ടെ. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പായ്ക്കാണേ. ഇത് കണ്ടോ നല്ല കട്ട കറുപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ എൻ്റെ തലയിൽ തേക്കുന്നതായിരുന്നു പറഞ്ഞത് മൊത്തം. പക്ഷെങ്കിൽ ഇന്ന് ഇത് ആരുടെ തലയിലാണ് തേക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാമേ. ഇല്ല നല്ല ഇന്നലെ അത്ര ഇതാക്കി എടുത്തുകൊണ്ട് പോയിട്ട് അത്രയും ലൂസാക്കി എടുത്തിട്ട് പോലും ഇത് കണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കത് ഇത്രയും തിക്കായി. ഇത്രയും നമുക്ക് കുഴപ്പമില്ല, ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇത്രയും ഇതുപോലെ ഇത്രയും തിക്കായിട്ട് എടുത്തേച്ച് ഓഫ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. നിന്നാൽ അപ്പടി അങ്ങ് വരണ്ടു പോകും, നമുക്ക് തല തേക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് തല തേക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ആരുടെ തലയിലാണ് തേക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാമെന്നല്ലേ. ചേട്ടൻ്റെ തലയിലാണ് കേട്ടോ. ഇത് കണ്ടോ ഇന്നലെ മുടി നല്ല പറ്റ വെട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പം എപ്പോഴും ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഡൈ ആണ് ഇങ്ങനെയുള്ളത്. എന്നോട് പറയും ഞാൻ വീഡിയോയ്ക്കൊന്നും ഇരിക്കത്തില്ല, എന്നെക്കൊണ്ട് വയ്യ എന്ന് പറയും. പിന്നെ ഞാൻ പറഞ്ഞു ഇത്രയും മുടി ഇങ്ങനെ കുറ്റി മുടിയായിട്ട് ഇങ്ങനെ നരനരയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് വീഡിയോയിലൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്കൂടെ പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഞാൻ കയ്യെ കാലയൊക്കെ പിടിച്ച് എൻ്റെ ഒരു ലാസ്റ്റ് സമ്മതിച്ച്. എൻ്റെ മുഖമൊന്നും കാണിക്കാനൊക്കത്തില്ല, തല മാത്രം എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാണേലും കുഴപ്പമില്ല, എനിക്ക് തല കിട്ടിയാൽ മതി. അപ്പം ഞാൻ തലയിൽ തേക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇത് കേട്ടോ ഒത്തിരി നേരം കൊണ്ട് പറയാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ ഇച്ചിരി ഇങ്ങോട്ട് തലയിൽ വെച്ച് ഇതുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഇതെല്ലാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലപോലെ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പം നമുക്കിത് തലയിൽ പുരട്ടി നോക്കാവേ. പുരട്ടി നോക്കാൻ നല്ല റിസൾട്ട് കിട്ടും. അപ്പം ചേട്ടൻ ഡൈ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റാതുള്ളൂ. അതുകൊണ്ട് നമുക്ക് നോക്കാം. ചെയ്യുമ്പോഴത്തേക്ക് മേത്ത് വീഴാതിരിക്കാനായിട്ടാണ് ഞാൻ ഒരു തോർത്തൊക്കെ ഇട്ടേക്കുന്നത്.
അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഞാൻ ഈ പാത്രത്തിൽ തന്നെ എടുത്താണ് ചെയ്യുന്നത്. ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ കൈ കൊണ്ട് ചെയ്താൽ കൈക്ക് കറുപ്പ് വരും. ബ്രഷിനൊന്നും വലിയ വിലയൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. ഇതുപോലെ ഒരു ബ്രഷോ അല്ലെങ്കിൽ ടൂത്ത് ബ്രഷോ എന്നാണേലും മതി. കറുപ്പ് തേക്കുന്നതനുസരിച്ച് ഉണ്ടോ, തേച്ച ഉടനെ തന്നെ കഴുകിക്കളയൊന്നും ചെയ്യരുത്. 1 മണിക്കൂറെങ്കിലും തല ഇത് വെച്ചാലേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. ഇതുപോലെ മുടിയുടെ ഉള്ളിലോട്ടും കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ. പുറമേ മാത്രമായിട്ട് ഇങ്ങനത്തെ ഇപ്പം ഇങ്ങനെ വെട്ടി നിൽക്കുന്നുണ്ട്, കുറ്റി മുടിയാണ്, അതുകൊണ്ട് എനിക്ക് തേക്കാൻ എളുപ്പമാണ് കേട്ടോ. ഒത്തിരി ഇങ്ങനെ ഇതായിട്ടുള്ള ഉള്ളിലോട്ടും കൂടെ നമ്മൾ തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മുടി കഴുകി കഴിയുമ്പോഴത്തേക്ക് പുറമേ ഉള്ളത് മാത്രം കറുത്തിരിക്കും, ഉള്ളിലോട്ട് നരച്ചിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഉള്ളിലോട്ടും കൂടെ തേച്ച് കൊടുക്കണമെന്ന്. ഞാനൊരു ചീപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഒത്തിരി മുടിക്ക് നീളമുള്ളവർക്ക് ഇങ്ങനെ ഒരു ചീപ്പ് എടുത്തതിന് ശേഷം തന്നെ ഇങ്ങനെ പുരട്ടി കൊടുക്കാം കേട്ടോ. അന്നേരം നല്ലപോലെ ഉള്ളിലോട്ടും കൂടെ മേൽവശത്തെ മുടി ഇങ്ങനെ ഇതാക്കി വെക്കുമ്പോൾ നമുക്ക് കണ്ടതുണ്ട് ചവിട്ടിയും തന്നെ നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ? ഇതുണ്ട് ഇങ്ങനെ. നേരം കയ്യിലും പറ്റത്തില്ല, മുടിയുടെ ചവിട്ടിയും തന്നെ നല്ലപോലെ തേക്കാൻ പറ്റും. ഞാൻ തല മുഴുവൻ തേച്ചിട്ട് കാണാമേ. അത് തലയിൽ മുഴുവനും തേച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല കറുപ്പായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിനി 1 മണിക്കൂറോളം തല വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവേ. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇരുന്നാലും കുഴപ്പമില്ല. പിന്നെ ഇവരാണുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് 1 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് 1 വർഷം പോലെ അവർക്ക് കടന്നു പോകുന്നത്. അതുകൊണ്ട് 1 മണിക്കൂറൊക്കെ ഇരുന്നതിന് ശേഷം നമുക്കൊന്ന് കഴുകിക്കളയാം. തലമുടിയിൽ ഇത് കണ്ടോ, നല്ലപോലെ കറുത്തിട്ടുണ്ട്. വേണ്ടേ, 1 മണിക്കൂർ എന്നുള്ളത് ഒരു 2 മണിക്കൂറോളം തല വെച്ചായിരുന്നേ. വെച്ചതിന് ശേഷമാണ് കഴുകിക്കളഞ്ഞത്. ടി വി ഒക്കെ കണ്ട് ഇരുന്നാണ്. അപ്പോൾ ഇത് നല്ലപോലെ കറുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കണ്ടോ, ആദ്യമേ ഞാനെടുത്ത് മുടിയുടെ ഇതും ഇപ്പോഴത്തെ ഇതും കൂടെ ആയിട്ട് നിങ്ങൾക്ക് നല്ലപോലെ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം മുടിയിലൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പം ആ മുടിയിൽ കറക്റ്റായിട്ട് നല്ല ഇതായിട്ട് റിസൾട്ട് കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ മുടിയുടെ ഇടയ്ക്ക് നമ്മൾ പറ്റുമ്പോഴത്തേക്ക് മുടി വെട്ടിയതായതുകൊണ്ടുണ്ടല്ലോ എനിക്ക് നല്ലപോലെ അതേ പരട്ടാൻ പറ്റി. മുടി വെട്ടി നല്ല കുറ്റിയായിട്ടുള്ള മുടിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് നല്ല വൃത്തിക്ക് അതേ പരട്ടാൻ പറ്റി. ഞാൻ എൻ്റെ തലയിൽ ഇച്ചിരി പരട്ടി കേട്ടോ. ഞാൻ പറഞ്ഞില്ല പരട്ടിയായിരുന്നത്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ല എൻ്റെ മുടി പെട്ടെന്ന് അങ്ങ് ഓരോന്നൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. എന്തെങ്കിലും ചെയ്താൽ ഒരാഴ്ച കൂടുതൽ നിൽക്കാറില്ല കേട്ടോ, ഉള്ള സത്യം പറയാം. ഒരാഴ്ച കൂടുതൽ നിൽക്കാറില്ല. കാര്യം അന്നത്തേക്ക് മുടി എടുത്ത് കിളുത്ത് വരുന്നതനുസരിച്ച് അവിടെ നരയായി തുടങ്ങും. ഇങ്ങോട്ട് കുഴപ്പമില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെ കിളുത്ത് വരുന്നത് പെട്ടെന്ന്. അത് ഞാൻ ഈ തലയിൽ ഓരോന്നൊക്കെ തേക്കുന്നതുകൊണ്ടായിരിക്കും മുടി വളരാനായിട്ട്, അതുകൊണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് എന്നാണെന്നറിയാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡൈ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രശ്നമാണ്. എല്ലാത്തിനും എനിക്ക് അലർജിയാണ്. അതുകൊണ്ട് നമുക്ക് ഡൈ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അലർജി വരത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.